ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ 49-ാമത്തെ സങ്കീർത്തനം ധ്യാനിച്ച് ഇന്ന് നമ്മളുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുകയാണ്. 20 തിരുവചനങ്ങൾ ആത്മാവിൻ്റെ അനശ്വരതയെക്കുറിച്ച് പറയുന്ന ഒരു സങ്കീർത്തനം. സമ്പത്തിൻ്റെ നശ്വരതയും വിജ്ഞാനത്തിൻ്റെ അതിരുകളുമെല്ലാം പറയുന്ന ഈ സങ്കീർത്തനം ആത്മാവിൻ്റെ വിലയെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പ്രതിപാദിക്കുക. സമ്പത്ത് ക്ഷണികമാണെന്നും ഭൗതിക സുഖങ്ങളെല്ലാം നൈമിഷികമാണെന്നും സങ്കീർത്തകൻ പറയുകയാണ്. ദൈവത്തിൽ നിന്ന് ലഭിച്ച അറിവാണ് ശാശ്വതമായിട്ടുള്ളത്. മനുഷ്യൻ്റെ കഴിവും സമ്പത്തുമെല്ലാം മരണത്തോടെ അവസാനിക്കുന്നു. എന്നാൽ ജീവിതം അർത്ഥവത്താക്കുക ദൈവത്തിൻ്റെ വചനത്താലാണ്. ദൈവത്തിൻ്റെ വചനത്താൽ നയിക്കപ്പെടുന്നതിലൂടെയാണ് ജീവിതം അർത്ഥവത്താകുക. മരണാനന്തര ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കേണ്ടത്. ക്ലേശങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നതിനും സമ്പത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കാതിരിക്കുന്നതിനും സങ്കീർത്തകൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സമ്പത്തിനേക്കാൾ ഏറ്റവും പ്രാധാന്യം ഞങ്ങളുടെ ആത്മാവിന് ഞങ്ങൾ നൽകുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ലോക ജീവിതം മാത്രം ലക്ഷ്യം വെക്കാതെ ദൈവസന്നിധിയിലും ആത്മാവിൻ്റെ വളർച്ചയിലും ഉന്നം വെച്ച് ജീവിക്കുവാനായിട്ട് ഞങ്ങൾക്ക് ശക്തിയും കൃപയും നൽകണമേ. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.